പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് റോഡിൽ കസേരയിട്ടിരുന്ന ഒരു 90 വയസ്സുകാരി സമരം ചെയ്യുന്നുവെന്ന അത്യപൂർവമായ ഒരു വാർത്ത കൂടിയുണ്ട് ഇന്ന്. ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം സ്വദേശിനി പൊന്നമ്മയാണ് പ്രതിഷേധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊന്നമ്മയുമായി ഫോണിൽ സംസാരിച്ചു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് സതീശൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി 1 മാസത്തെ പെൻഷനും ഭക്ഷ്യക്കിറ്റും കൈമാറി. ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് ഇന്നലെ 90 വയസ്സുകാരി ഒരു സമരം ചെയ്യുകയുണ്ടായി. മുടങ്ങിക്കിടക്കുന്ന 5 മാസത്തെ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമരം. സ്വന്തം വീടിന് മുന്നിൽ റോഡിൽ കസേരയിട്ടിരുന്നായിരുന്നു പ്രതിഷേധം. ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ നാം കണ്ടത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു വയോധിക സ്വന്തം പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീടിന് മുന്നിൽ റോഡിൽ നിന്ന് സമരം ചെയ്യുന്ന കാഴ്ച. നമുക്ക് ആ വയോധികയുടെ പ്രതികരണം കേൾക്കാം. എത്ര മാസമായി പെൻഷൻ കിട്ടിയിട്ട്? പാറമട തൊഴിലാളിയായിരുന്ന മകൻ മായന്റെ ഏക വരുമാനമാണ് ഈ കുടുംബത്തിലുള്ളത്. ഈ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുള്ളത്. ആ ഏക വരുമാനവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. മായന് ആഴ്ചകളായി പണിയില്ല. പെൻഷൻ കിട്ടിയിട്ട് 5 മാസമായിട്ട് ഈ ആധാർ കാർഡ് വീട്ടിൽ വയ്യാതെ കിടക്കുന്ന തള്ളമാർക്ക് വന്ന് വീട്ടിൽ വന്ന് ആധാർ കാർഡ് പുതുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് 5 മാസമായി. തള്ളയ്ക്ക് ഇരുന്ന സ്ഥലത്ത് മുട്ട് മാറാനൊന്നും പറ്റുമില്ല. അപ്പോൾ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചെയ്യുന്നുമില്ല. ആധാർ കാർഡ് പുതുപ്പിച്ചാലേ പെൻഷൻ കിട്ടത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. കഞ്ഞിക്ക് നിവൃത്തിയില്ല. എന്ത് ചെയ്യും? പണിയുമില്ല. എന്ത് ചെയ്യാനാ? പഞ്ചായത്തിലൊക്കെ അറിയിച്ചില്ലേ? എല്ലാ സ്ഥലത്തും അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് പറഞ്ഞതില്ലയോ? പിന്നെയും ചെയ്യാതെ ഇരുന്നിട്ട് കഞ്ഞിക്ക് നിവൃത്തിയില്ല. എന്നാ ഈ പട്ടികൾ ചാകാൻ പറ്റുമോ? ഇത് കഞ്ഞി കുടിക്കാനല്ലേ ഈ പെൻഷൻ. അല്ലാതെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അടിയന്തരം നടത്താനുള്ള പെൻഷനൊന്നും അല്ലല്ലോ ഇത്. സാമൂഹ്യക്ഷേമം മുടങ്ങിക്കിടക്കുന്നത് ഇത്തരം കുടുംബങ്ങളെ, അതായത് സാമ്പത്തികമായി വളരെ താഴെ നിൽക്കുന്ന ഇത്തരം കുടുംബങ്ങളെ ചെറുതായ ഒന്നുമല്ല ഉലച്ചിരിക്കുന്നത്. അവരുടെ നിലനിൽപ്പിന് തന്നെ, അവരുടെ അതിജീവനത്തിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് ഈ പെൻഷൻ മുടങ്ങുന്ന രീതി മാറിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്.